എത്ര നേരം ഇങ്ങനെ ഇരിക്കാനാ? വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. കുറച്ചേരത്തെ കാര്യമുള്ളൂ. പിന്നെ ചേട്ടാ, പ്രേമാവുമ്പോ നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം. മെനങ്ങാന്നല്ലേ നമ്മള് പ്രേമായ. അതിന് ഇത്ര റിസ്ക് എടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്റെ വീട്ടുകാരാണെങ്കിൽ എൻ്റെ ഓഫീസിലും വീട്ടിലും എല്ലാം കയറി നിരങ്ങുക. ഇവിടെ എന്തായാലും വരൂല. പേടിച്ചു തോന്നി. ഇവക്കൊരു പണി അറിയാൻ പാടില്ല. വേറെ ഡോക്ടർമാരെങ്കിലും വിളിക്കണം. ഹലോ ഹലോ, ഡോക്ടർ എവിടെയാ? ഞാൻ സൂചേട്ടൻ എങ്ങനെ കൊണ്ടുവന്നേക്കുന്നു. ഇനി എന്താണ്ടേ? വേനുണ്ടോ? വേനുണ്ട്, കൈക്ക് കാലെല്ലാം കൊടുത്തു. വേന സൂചേട്ടൻ ശ്രദ്ധിക്കണ്ടേ? പൂരി കൊടുത്തു. എടാ വീട്ടിൽ പറഞ്ഞോടാ. അയ്യോ, അമ്മ അലമ്പുണ്ടാക്കും. നിങ്ങൾ അലമ്പുണ്ടാക്കുന്നു. വിളിക്കാ പോ. എടാ നീ പോളേ. ഞാൻ പോകുന്നില്ല സൂചേട്ടാ, ഞാൻ വിളിക്കുന്നോളാം. അമ്മൂന്ന് ചകളടിച്ച് വിളിക്കൂട്ടെ. വേണേ പൊക്കോ നീ. ഇതെന്തത്? തട്ടില്ലല്ലോ സൂചേട്ടാ. ആൾക്കാരോട് കൂടുന്നു. കുപ്പിടി സൂച്ച. അയ്യോടാ, അടച്ചേനെ വെച്ചാ വച്ചുണ്ടാവും. അടച്ചില്ലെങ്കിൽ അവന്മാരെ അടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്നൊരു ലഹരി വിരുദ്ധ പോസ്റ്റ്. നിന്റെ വീട്ടുകാര് കല്യാണം കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലായിരിക്കല്ലേ? എന്ത് കുഴപ്പം? കല്യാണം കഴിഞ്ഞാണ്ട് കുട്ടികളൊക്കെ എല്ലാം ഓക്കെ. ഈ രണ്ട് കുട്ടികള് അയ്യോ സൂചേട്ടാ, സൂചേട്ടൻ എന്താ പറ്റി? എന്റെ സൂചേട്ടാ, ഞാനെങ്ങനെ സഹിക്കൂ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ സന്തോഷമായി. അവക്ക് ഈ ഒരു പ്രേമം മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂന്നേ. ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ അവളോട് സംസാരിച്ചു. അവക്ക് കല്യാണത്തിന് സമ്മതം. അവന് ഓടിക്കളഞ്ഞടി. അശ്ശേ, ഒറ്റോട്ടം. പാവം. അല്ലെങ്കിലും നിന്റെ ഫാമിലി ബാങ്കോട് വെച്ചിട്ടേ ഇങ്ങനത്തെ മെമ്മറി സെറ്റ് ആവും. നീ വല്ല ഗുണ്ടുകളെയും പ്രേമിക്കണം. എന്തൊരു ഐഡിയ അടി. നീ എന്തിനൊക്കെ ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നേ? എനിക്കൊരു റാപ്പർ ആവണം. നീ രക്ഷപ്പെട്ടു വേണം എനിക്ക് രക്ഷപ്പെടാൻ. ആണല്ലേ? നീ എനിക്ക് ഞാൻ ഐഡിയ പറഞ്ഞതിന് പകരം നിനക്ക് വല്ല ഡാപ്സിക്കോ ഹനുമാൻ എന്നൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചൂടെ? ബിഗ് സ്റ്റോപ്പാ. അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് വേണ്ട കേട്ടാ. വേണ്ട, ഗുണ്ടല്ലേ, കണ്ടുപിടിച്ചേരാം. അടങ്ങ്. ആക്സിഡന്റ് ടൈറ്റാ.
സീറ്റ് ഹാടാ. ഫുള്ള് ഗ്യാപ്പാണല്ലോ. കണ്ണാടി കൊള്ളാം. ഇടർക്കടാ എൻ്റെ അടുത്ത് പ്രാന്തിട്ടല്ലോ കേട്ടോ. എല്ലാം കൂടി വലിച്ചോർത്ത് പള്ളേ കളഞ്ഞ നീ പോയടാന്ന് മോൻ വിളിച്ചു എടാ കീ എടുത്തേ. എന്തിന്? മതി മതി എന്റെ വണ്ടി ഞാൻ ഓടിക്കോളൂ. ഒന്ന് ഓടിച്ചു നോക്കട്ടെ, വല്ല കുഴപ്പമുണ്ടോ നോക്കാലോ. ഓടിച്ചോക്കി കുഴപ്പമുണ്ടെന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഒന്നല്ല, കാറ്ററിംഗ് അല്ലേ? ഒറ്റക്കാലയിലാണേലും അഹങ്കാരത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ലല്ലോ. കള്ളുടിച്ചത് എങ്ങനെ വേണല്ലേ? വയ്യാത്തൊരു കൊച്ച്. സുജിത് കുമാറിനൊരു കത്തുണ്ട്. ഞാനൊന്നുമല്ല സുകുമാർ. ഹലോ, അത് ഞാനാ. ഇത്ര അടിപൊളി പേരുണ്ടായിട്ടാണോ സൂചേട്ടൻ തീട്ട പേരിട്ട്? ഇതെന്റെ മരിച്ചുപോയ കൂട്ടുകാരന്റെ പേരാ. എന്റെ സുഖു. അമ്മ മാങ്ങ വേണ്ട മോളെ. ഒരു മിനിറ്റ് പോലേട്ടാ ചക്കയുടെ ആരാ. ഇത്ര എണ്ണം ഉണ്ടായിട്ടാണോ സൂചേട്ടാ? അന്ന് വന്ന കല്യാണക്കാരി എന്തായി മോളെ? അത് പോയി വേറെ നോക്കുന്നുണ്ടമ്മ. ആലോചിക്കുമ്പോ ടെൻഷനാ. നമുക്ക് ഈ മനുഷ്യന്മാരുടെ ഉള്ളിൽ കാണാനൊന്നും പറ്റില്ലല്ലോ. അതും ശരി. നീ കണ്ടറിഞ്ഞു ചെയ്യും മോളെ. സുഖിച്ചേട്ടന്റെ ഉള്ളാകുമ്പോ ഈ പഞ്ചായത്ത് മൊത്തം കണ്ടതാണല്ലോ. എടാ ഞാൻ പോണേ. അമ്മ പോട്ടെ, വേം വാ. എന്തി പോയ കിളിയൊക്കെ ഉറപ്പല്ലേ? അയാൾ ഓക്കെ ആയിരിക്കല്ലോ അല്ലേ? അയാൾ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 ചിരി, സ്റ്റെപ്പ് 2 നമ്പർ വയ്ക്കണം, സ്റ്റെപ്പ് 3 പ്രേമം, സ്റ്റെപ്പ് 4 ഒളിച്ചോട്ടം. ഇന്നിപ്പോൾ സ്റ്റെപ്പ് 1 മാത്രം മതി. അപരിചിതമായ സ്ത്രീക്ക് നമ്പർ കൊടുക്കണ്ടായിരുന്നു. ആശാനകത്ത് ഉപ്പലോടച്ചിട്ട് പറ. നീ എങ്ങോട്ട് പാടാ? ഗൂഗിൾ പേ ചേട്ടാ. ഇതാണ് നിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈവൻ ഇത്രയൊക്കെ മതി.